ഒരൊറ്റ ഫ്രെയിം. ആ ഒറ്റ ഫ്രെയിമിൽ കാണിക്കുന്ന കുറേ ജീവിതങ്ങൾ. 200 വർഷത്തെ കഥ. റോബർട്ട് സെമറിക്സ് ഡയറക്റ്റ് ചെയ്ത ഹിയർ എന്ന സിനിമയിൽ പറയുന്നത് അതാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒട്ടുമിക്ക പേരും കണ്ടിട്ടുള്ള ക്ലാസിക് ഇംഗ്ലീഷ് സിനിമകളുടെ ഡയറക്ടറാണ് റോബർട്ട് സെമറിക്സ്. ഫോറസ്റ്റ് ഗം, കാസ്റ്റവേ, ബാക്ക് ടു ദ ഫ്യൂച്ചർ സിനിമകൾ, കോൺടാക്ട്, പോളാർ എക്സ്പ്രസ്, അങ്ങനെ. ഫോറസ്റ്റ് ഗമ്പിന് ശേഷം റോബർട്ട് സെമറിക്സും ടോം ഹാങ്ക്സും റോബിൻ റൈറ്റും ഒന്നിക്കുന്നൊരു സിനിമ കൂടെയാണ് എക്സ്പെരിമെന്റൽ ഡ്രാമ ജാണറിൽ വരുന്ന ഹിയർ. എക്സ്പെരിമെന്റൽ എന്ന് പറയാൻ കാരണം പല കാലഘട്ടങ്ങളെയും പല ജനറേഷൻസിനെയും ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരുന്ന സിനിമയാണത്. വർഷങ്ങൾ എത്ര കടന്നു പോയാലും ജനറേഷൻസ് എത്ര മാറിയാലും ചില കാര്യങ്ങൾ മാറില്ല, അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമനൈസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ഈ 200 വർഷത്തെ കഥ ഒറ്റ ഫ്രെയിമിൽ പറയുമ്പോൾ അത് ഒരു നോൺ ലീനിയർ ഫോർമാറ്റിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ കഥ തുടങ്ങുന്നത് ഒരു വീട്ടിൽ നിന്നല്ല, മനുഷ്യരെയും കാണിച്ചുകൊണ്ടല്ല, പകരം ഹ്യൂമൻ എവല്യൂഷൻ ഒരുപാട് മുൻപുള്ള ഒരു കാലഘട്ടത്തെ കാണിച്ചുകൊണ്ടാണ്. ഒരു എപ്പിലോഗ് എന്ന് വേണേൽ പറയാം. മഞ്ഞും മഴയും കാടും തീയും ഡിനോസേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്ന ഒരു സമയം. അതെല്ലാം കഴിഞ്ഞ് മനുഷ്യരെത്തിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ഐഡിയ എത്തുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ ആ നേച്ചറിൽ നിന്ന് ഡിഫറൻ്റ് ആക്കുന്നു എന്നത്. അമേരിക്കയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഇൻഡിജിനസ് റെഡ് ഇന്ത്യൻ ട്രൈബിൽപ്പെട്ട 2 ലവേഴ്സിനെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ കഥ തുടങ്ങുന്നത്. രണ്ടുപേരിൽ ഒരാൾ മറ്റേയാൾക്ക് കല്ലിൽ തീർത്തുള്ള നെക്ലസും കൊടുക്കുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള മാറ്റങ്ങൾക്കും ആ സ്ഥലം സാക്ഷിയായി. ആ പ്രദേശത്ത് ആൾക്കാർ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു വീട് വന്നു. ആ ഫ്രെയിം ആ വീടിൻ്റെ ഹോളായി മാറുന്നു. 1920s ആദ്യമായി ആ വീട് വാങ്ങുന്നത് ജോൺ ഹാർട്ടറും പോളീൻ എന്ന 2 പേരായിരുന്നു. ഏവിയേഷനോടും പ്ലെയിനോടും ഒക്കെ താല്പര്യമുള്ള ജോണിനും ഉയരം പേടിയുള്ള പോളിയും അവരുടെ മകളും ആ വീട്ടിൽ ജീവിച്ചു. പിന്നീട് സ്പാനിഷ് ഫ്ലൂ ആ കാലത്ത് പടർന്നതോടെ ജോൺ മരിച്ചു. അതോടെ പോളിയും മകളും അവിടുന്ന് വീട് മാറിപ്പോകുന്നു. 1940s ആ വീട്ടിലേക്ക് അതിൻ്റെ പുതിയ ഓണേഴ്സായി ഒരു കപ്പിൾ വരുന്നു. കെയർ ഫ്രീ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ലിയോ, സ്റ്റെല്ല എന്ന 2 പേർ. 1940s ഈ അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് അവർ കാലിഫോർണിയയിലേക്ക് താമസം മാറിയതോടെ വീണ്ടും അടുത്ത ഓണേഴ്സിനായി ആ വീട് കാത്തിരിക്കുന്നു. വേൾഡ് വാർ 2 ശേഷം പുതിയൊരു കപ്പിൾ ആ വീട് വാങ്ങാൻ വരുന്നു. വളരെ യങ് ആയ ഫാമിലി ലൈഫ് തുടങ്ങാൻ പോകുന്ന ആൽ, റോസ് എന്ന 2 പേർ. സത്യത്തിൽ ഈ സിനിമ കൂടുതൽ ഇനി ഫോക്കസ് കൊടുക്കുന്നത് ഇവരുടെ ജീവിതം അവിടെ തുടങ്ങുമ്പോഴാണ്. ആലിൻ്റെയും റോസിൻ്റെയും കംപ്ലീറ്റ് ലൈഫ് സംഭവിക്കുന്നത് ആ വീട്ടിലാണ്. അവരുടെ ക്രിസ്മസുകളും കുട്ടികളുടെ ബർത്ത്ഡേകളും എല്ലാം, അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഈ ഫ്രെയിമിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആലിൻ്റെയും റോസിൻ്റെയും കഥ പിന്നീട് അവരുടെ മൂത്ത മകനായ റിച്ചാർഡിലേക്ക് ഫോക്കസ് എത്തിയിരിക്കുന്നുണ്ട്. റിച്ചാർഡ് അവൻ്റെ 18ാമത്തെ വയസ്സിലാണ് തൻ്റെ ഗേൾഫ്രണ്ടും ഭാവി ഭാര്യയുമായ മാർഗരറ്റിനെ കാണുന്നത്. അവളെ ആ വീട്ടിലേക്ക് അവൻ കൊണ്ടുവരുന്നു. ആ വീട്ടിലേക്കാണ് അവളെ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച റിച്ചാർഡിന് പക്ഷേ പാതി വഴിയിൽ അയാളുടെ പാഷൻ ഒഴിവാക്കേണ്ടി വന്നു. കാരണം കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാൻ അയാൾക്കൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലിക്ക് കയറേണ്ടി വരുന്നു. ആലിൻ്റെയും റോസിൻ്റെയും ജീവിതം പോലെ തന്നെ റിച്ചാർഡിൻ്റെയും മാർഗരറ്റിൻ്റെയും ലൈഫിലെ പ്രധാനപ്പെട്ട മൊമെന്റ്സ് സംഭവിക്കുന്നതും ഇവിടെ വെച്ചാണ്. അവരുടെ ജീവിതവും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ആ വീട്ടിൽ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് മൊമെന്റ്സ് ആയ മോൾ ജനിക്കുന്നത് മുതൽ സിമ്പിളായ ഒരു ഡേ ടു ഡേ ലൈഫിലെ സംഭവമായ മകളുടെ റിബൺ കളഞ്ഞു കിട്ടുന്ന സീൻ വരെ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. റിച്ചാർഡിനും മാർഗരറ്റിനും അവിടെ തന്നെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ജീവിക്കേണ്ടി വരുന്നു. ഒരുമിച്ചൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നാലുള്ള പ്രശ്നങ്ങളൊക്കെ ലോജിക്കലായി ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഡൗട്ട് തോന്നാം, എന്തിനാണ് ഇവരിവിടെ താമസിക്കുന്നത്, ഇവർക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറിക്കൂടെയെന്ന്. സിനിമയിൽ തന്നെ അതിനുള്ള ആൻസറും തരുന്നുണ്ട്. മറ്റൊരു വീട് അഫോർഡ് ചെയ്യാൻ കഴിയാത്തക്ക ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല അവർക്ക്. റിച്ചാർഡ് അവർക്ക് മറ്റൊരു വീടിനായി വേണ്ടത്ര ശ്രമിച്ചില്ല എന്നും അവരുടെ ലൈഫിലെ പല പോയിന്റ്സിലും മാർഗരറ്റ് കുറ്റപ്പെടുത്തുന്നുണ്ട്. കാലം കടന്നു പോകുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും കുറഞ്ഞു വരുന്നു. പക്ഷേ അവരുടെ മുൻപത്തെ ജനറേഷനെ പോലെയല്ല. ലൈഫിലെ ഒരു പോയിന്റിൽ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ സെപ്പറേറ്റഡ് ആകാൻ തീരുമാനിക്കുന്നു. എന്നിരുന്നാലും അവർ തമ്മിലുള്ള ആ പഴയ ഇഷ്ടത്തിനൊരു കുറവുമില്ലായിരുന്നു. വല്ലപ്പോഴുമൊക്കെ വീണ്ടും അതേ വീട്ടിൽ വെച്ച് തന്നെ അവർ കാണുമായിരുന്നു. അവസാനം ഒറ്റയ്ക്കാകുന്ന റിച്ചാർഡ് ഒരു കാലത്ത് തൻ്റെ പാഷനായിരുന്ന പെയിൻറ്റിങ്ങിലേക്ക് തിരിയുന്നു. അവസാനം ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വീണ്ടും അടുത്ത ഓണേഴ്സിനായി ആ വീട് കാത്തിരിക്കുന്നു. സിനിമ ഒരു നോൺ ലീനിയർ ഫോർമാറ്റ് ആയതുകൊണ്ട് അടുത്ത ഓണേഴ്സിനെ ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു കപ്പിളാണ്. പ്രായം കാരണം ഡിമെൻഷ്യ സംഭവിക്കുന്ന മാർഗരറ്റിനെ അവസാനമായി റിച്ചാർഡ് ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാർഗരറ്റിന് പക്ഷേ ആ വീട്ടിൽ ഇത്രയും കാലം ജീവിച്ച ഒരു ഓർമ്മയുമില്ല. ഇപ്പോൾ റിച്ചാർഡ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ അവരുടെ മകളുടെ ഒരു റിബൺ കളഞ്ഞു പോയിട്ട് അത് സോഫയ്ക്കടിയിൽ നിന്ന് കിട്ടിയ വളരെ ചെറിയൊരു ഇൻസിഡന്റ് പറഞ്ഞപ്പോഴാണ് മാർഗരറ്റിന് മകളെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും അത്രയും കൊല്ലം അവിടെ ജീവിച്ച ഓർമ്മകളും അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നു. വളരെ മൈന്യൂട്ടായ ഇൻസിഗ്നിഫിക്കൻ്റായി തോന്നാവുന്ന ചില കാര്യങ്ങളാകാം പിന്നീട് ഒരു കാലത്ത് നമുക്ക് പ്രിയപ്പെട്ടതാകുന്നു. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ 2 രീതിയിൽ ഇതിനെ ആൾക്കാർ അപ്രോച്ച് ചെയ്യാം. വളരെ പോയിന്റ്ലെസ് ആയിട്ടുള്ള യാതൊരു ഇവൻസും ഇല്ലാത്തൊരു സിനിമ, അല്ലെങ്കിൽ
ഇതൊരു എക്സ്പീരിയൻസായി ഫീൽ ചെയ്യാം. ഇത്രയും ക്യാരക്ടേഴ്സിനോടൊപ്പം ആ ഒരു റൂമും ആ ഒരു വീടും ഒരു കഥാപാത്രമാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ട്സ് സീരീസ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പോപ്പുലറായിട്ട് നിൽക്കുന്നത് അതിലെ കോമഡി കൊണ്ടല്ല. കാരണം മറ്റ് കോമഡി സീരീസുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര കോമഡി ഒന്നും ഇപ്പോൾ നമുക്ക് തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ. ആ 6 ക്യാരക്ടേഴ്സിനോടൊപ്പം 7ാമത്തെ ക്യാരക്ടറായി ആ ലൊക്കേഷൻ ഉണ്ടെന്നുള്ളതാണ്. 8ാമത്തെ ക്യാരക്ടർ നമ്മളും. സോ വി ആർ എ വിറ്റ്നസ് ടു ദെയർ ലൈഫ്സ്. നമ്മുടെ സാഡ് റിയാലിറ്റിയിൽ നിന്ന് മാറി അവിടെ നിൽക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഈ 10 സീസണിലും അവരുടെ യാത്രയോടൊപ്പം നമ്മളും ഉണ്ടെന്ന് തോന്നും. അതുപോലൊരു സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ കിട്ടിയത്. ഓഡിയൻസ് റിവ്യൂവും ക്രിട്ടിക്സ് റിവ്യൂവും എല്ലാം മോശമായിട്ടും ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയതും അതുകൊണ്ടാണ്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് പാരൻസിൻ്റെ പ്രായമുള്ളവർ മക്കളായി അഭിനയിക്കുന്നു, മക്കളുടെ പ്രായമുള്ളവർ പാരൻസുമായി അഭിനയിക്കുന്നു. ഈ റിച്ചാർഡായി വരുന്ന ടോം ഹാങ്ക്സിൻ്റെയും മാർഗരറ്റായി വരുന്ന റോബിൻ റൈറ്റിനെ ഡി ഏജിംഗ് ആകും ഞാൻ ഹോളിവുഡ് സിനിമയിൽ കണ്ടതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഡി ഏജിംഗ് ടെക്നോളജി ഇതുവരെ യൂസ് ചെയ്തത്. പക്ഷേ ഡി ഏജിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചില പെർഫോമൻസുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതേ ഏജിൻ്റെ ആ ഒരു എനർജി പെർഫോമൻസിൽ കൊണ്ടുവരാനും കഴിയണം. ചെറിയൊരു സ്പേസിലാണെങ്കിലും ഇവിടെ ആ എനർജി രണ്ടുപേർക്കും കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. എസ്പെഷ്യലി ടോം ഹാങ്ക്സ് ആ പഴയ 90s സിനിമകളിലെ അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. ആ പഴയ ടോം ഹാങ്ക്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമയിലെ പെർഫോമൻസ് ഇഷ്ടപ്പെടും. 18 മുതൽ 75 80 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം വളരെ ഭംഗിയായിട്ട് പുള്ളി അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. സോ ഇവിടെ വീണ്ടും പ്രൂവ് ചെയ്യുകയാണ് എത്ര ഗംഭീര ആക്ടറാണ് ടോം ഹാങ്ക്സ് എന്ന്. അച്ഛൻ്റെ വേഷത്തിൽ വരുന്ന പോൾ ബെത്തനി, അതായത് MCUവിലെ വിഷൻ, പുള്ളിയും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഏജ് കൂടുന്നതനുസരിച്ച് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചൊക്കെ നന്നായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അലൻ സിൽവസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്ക് വല്ലാത്തൊരു ഫീൽ ഗുഡ് ഫാക്ടർ കൊണ്ടുവരുന്നുണ്ട്. യൂഷ്വലി അവസാനം സിനിമകൾ റെക്കമെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊരു സജഷൻ കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ പറയില്ല. കാരണം എത്ര പേർക്ക് ഈ സിനിമ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ ഫീൽ ചെയ്യാൻ കഴിയും എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ്. സോ ഇതാണ് ഹിയർ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.